ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ആറ്റുകാൽ ക്ഷേത്രത്തിനും ബോംബ് ഭീഷണി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത്. പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അനന്തകൃഷ്ണനാണ് ചേരുന്നത്. അനന്തൻ, ഇടവേളയ്ക്ക് പോകും മുൻപ് ഡൽഹിയിൽ നിന്നും ഒരു ബോംബ് ഭീഷണിയുടെ വാർത്ത എടുത്തു പോയതേയുള്ളൂ. അത് വ്യാജമായിരുന്നു. നമ്മുടെ തലസ്ഥാന ജില്ലയിൽ, തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ച് വരുന്ന ഈ വാർത്തയുടെ സ്വഭാവം, ഈ ഭീഷണിയുടെ സ്വഭാവം എന്താണ്? പ്രജീഷ്, ഈ വ്യാജ ബോംബ് ഭീഷണി തിരുവനന്തപുരത്ത് ഇപ്പോൾ പുത്തരിയല്ല. സ്ഥിരമായി ഇങ്ങനെ ഇമെയിൽ മുഖാന്തരം ഓരോരോ സ്ഥാപനങ്ങൾക്ക് ഭീഷണി ഉള്ള വിവരം പറഞ്ഞുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. സാധാരണ ഇത് സർക്കാർ സ്ഥാപനങ്ങൾക്കും കോടതിക്കുമെതിരെയൊക്കെയാണ്. ഇത്തവണ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇമെയിലിലേക്കാണ് ഇന്ന് രാവിലെ സന്ദേശം വന്നത്. അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒപ്പം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ആ ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നാണ് ഭീഷണി. സാധാരണ വരുന്ന അതേ പാറ്റേണിലുള്ള ഇമെയിൽ സന്ദേശം തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ആ സന്ദേശം ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് പരിശോധനകൾ നടന്നത്. അല്പസമയം മുമ്പാണ് പരിശോധനകൾ അവസാനിച്ചത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും പരിശോധനകൾ നടത്തി അവസാനിപ്പിച്ചു. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ പോലെ ഇത് വ്യാജ സന്ദേശമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഏതായാലും കാലങ്ങളായി, ഇപ്പോൾ ഏതാണ്ട് 6 മാസം കാലങ്ങളായി ഇങ്ങനെ വരുമ്പോൾ അതിന്റെ എവിടെ നിന്നാണ് ഇങ്ങനെ ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണുള്ളത്. കാരണം ഇതിനൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന ഇത്തരം പരിപാടികൾ നടത്തുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ, കാരണം എന്താണ്, കുറച്ച് സമയം നഷ്ടപ്പെടുന്നു. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം കൂടുതൽ വലിയ അലർട്ട്, വലിയ പരിശോധനകൾക്കൊക്കെ വിധേയമാകേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ളത് ഇവിടെ നിന്നാണൊക്കെയുള്ള സോഴ്സ് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇതുവരെ ഈ സന്ദേശങ്ങൾ അയക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പോലീസ് പറയുന്നുണ്ട്, ഇത് ഒരേ ആൾ തന്നെയാണ് ഈ എല്ലാ സന്ദേശങ്ങളും, അതായത് രാജ്ഭവൻ കേന്ദ്രീകരിച്ചും ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചും സെക്രട്ടേറിയറ്റിലും വഞ്ചൂർ കോടതിയിലുമൊക്കെ ബോംബ് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയക്കുന്നത് ഒരേ ആൾ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. അതിന് കാരണം ഒരേ വാചകഘടനയും ഒരേ കാര്യങ്ങളുമാണ് ഈ സന്ദേശത്തിലെല്ലാം പറയുന്നത്. ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ളത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയാണ്. അവിടെ DMK സർക്കാരിനെതിരെയുള്ള നീക്കം എന്ന നിലയ്ക്കാണ് കേരളത്തിൽ ബോംബ് സ്ഫോടനം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ബോംബ് സ്ഫോടനം നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതാരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഇത് ഡാർക്ക് നെറ്റ് വഴിയാണ് ഈ മെയിലെല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ അയക്കുന്നതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ഇത് ഇപ്പോൾ സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഈ മെയിൽ വരും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്ന് പറയും. ആ സ്ഥലത്ത് രാവിലെ മുതൽ ഉച്ചവരെ ബോംബ് സ്ക്വാഡിൻ്റെയും തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെയും പരിശോധന നടക്കും. ഒരുപാട് പോലീസുകാരുടെ ജോലി മെനക്കെടുത്തുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത്. ഏതായാലും അത് ഇപ്പോൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായി എന്ന് മാത്രം. പ്രതീക്ഷ. ശരി, അനന്തനാണ് വിവരങ്ങൾ നൽകിയത്. വല്ലാത്തൊരു മാനസിക നിലയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം മെയിലുകൾ അയക്കുന്ന ആളുകൾ. കാരണം മനുഷ്യന്റെ സമയം, ഉദ്യോഗസ്ഥരുടെ സമയം, പോലീസിന്റെ സമയം ഒക്കെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു കളിയാണ്. എന്തായാലും